السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങണ മുന്നോളൂ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങവും നുബുവത്ത് പട്ട കിട്ട മുന്നോളൂ ആകാശഭാഗത്തിൽ ശൈത്താന്മാർക്ക് പ്രവേശിക്കുള്ളതായ അവകാശ എന്ത്. ശൈത്താന്മാർ ആകാശഭാഗത്തിലേക്ക് സഞ്ചരിക്കുവാർ. എന്നിട്ട് ആകാശത്തിൽ മലായിക്കത്ത് നടത്തുന്നതായ അങ്ങളിടയിൽ ഉണ്ടാവുന്നതായ സംഭാഷണങ്ങൾ, അങ്ങളിടയിൽ ഉണ്ടാവുന്നതായ ചട്ടുപട്ടിക്കങ്ങൾ, അങ്ങളിടയിൽ ഉണ്ടാവുന്നതായ പരസ്പരം ഗുപ്ത സമാലോചനകളെല്ലാം ഈ ശൈത്താന്മാർ കട്ടിട്ട് കാത് കൊടുക്കടാറ്. എന്നിട്ട് ഭൂമിയിൽ വന്നിട്ട് ഉടലെ അങ്ങനെ പൂജക്കന്മാർ അങ്ങനെ പൂജാക്കടെ പൂജാരിമാർക്ക് ജ്യോതിഷ്യന്മാർക്ക് അതിലെ ചൊന്ന് കൊടുത്തോണ്ടിരിക്കാറ്. അതൊക്കെ കുറേ കളവ് കൂട്ടിയിട്ട് ശൈത്താന്മാർ ചൊന്ന് കൊടുക്കാറ്. എന്നിട്ട് ഈ പൂജാരിമാർ ഈ ജ്യോതിഷ്യന്മാരെല്ലാം അങ്ങനെ ഭാഗത്ത് കുറേ കളവ് കൂടിയിട്ട് മനുഷ്യന്മാർക്ക് ചൊന്നിട്ടു. മനുഷ്യന്മാരെ അങ്ങനെ ആരാധകന്മാരായിട്ട് അങ്ങനെ ഒരിക്കലും അങ്ങനെ ദീന് കൂടാത്ത പോലെ അങ്ങനെ ബഹുദേവാരാധകന്മാരായിട്ട് നിലനിൽക്കവും സഹകരിച്ചുകൊണ്ടിരുന്നാർ. ഈ ഒരു പ്രവണത നിരന്തരമായി നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു നാൾ ശൈത്താന്മാർ ആകാശത്തിലേക്ക് പോയാർ. സാധാരണ കട്ട് കേൾക്കുന്ന ഉദ്ദേശത്തിലായിരിക്കും പോകണ്ടേ. പക്ഷേ പോകുമ്പോൾ ഭയങ്കരമായ ആകാശത്തിൽ എന്തോ ഒരു ബദലാവനെ കാണും. ഭയങ്കരത്തെ തീ അഗ്നിയുടെ ഉണ്ടങ്ങ അങ്ങനെ മുതുപിടിച്ചിട്ട് പണ്ട് ശൈത്താന്മാർ കങ്കാലായിട്ട് ദുനിയാവ് ഓടി പണ്ടാറ്, ഭൂമി ഓടി പണ്ടാറ്, പാടം പോണ്ടാറ്. പിന്നെയും അതുപോലെ നിരന്തരമായിട്ട് ആകാശത്തെ ഭാഗത്തുള്ളതായ ദാലി, സാധാരണ വേവിലെ ക്ഷിപ്പനിയുടെ ദാലി ഉണ്ടാവില്ല, അതുപോലത്തെ ദാലി ആകാശത്തിലിട്ട് ശൈത്താന്മാരെ മേലെ ഉണ്ടാവും. അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ ശൈത്താന്മാരെല്ലാം കൂടാറ്. ഫറജവു ഇലാ ഖൗമിഹിം, അങ്ങനെ കൗമിലേക്ക് മടങ്ങിയിട്ട് ഇതെന്താ ഭാവം ഇത്രത്തോളം ഞങ്ങൾ കുറേ ഇങ്ങനെ ആകാശത്തേക്ക് പോയിട്ടിരുന്നു, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല, ഇപ്പം എന്താ ഇങ്ങനെ ആയേ ചെന്നിട്ട് അങ്ങനെ ഇടയിൽ ചർച്ച ആക്കിടാറ്. അപ്പോൾ ആ കൂട്ടത്തിൽ നേതാക്കന്മാർ ചെല്ലാറ്. ഫദ്രിബു മശാരിഖൽ അർളി വ മഗാരിബിഹ ഫൻളുറു മാ ഹാദല്ലദീ ഹാല ബൈനകും വ ബൈന ഖബരിസ്സമായി. നോക്കൊരു ഭൂമിയുടെ എല്ലാ ഭാഗത്തും നാനാഭാഗത്തും മശ്രിഖിൽ പിടിച്ചിട്ട് മഗ്രിബ് തോറും ഒന്ന് ചുറ്റി നോക്കൊരു. എന്തെങ്കിലും ഭൂമിയിലൊരു വ്യത്യാസം ഉണ്ടായിട്ടിരിക്കണം. ഭൂമിയിലുണ്ടായ എന്തോ ഒരു ഘടനയുടെ നിമിത്തമായിട്ട് ഇങ്ങനത്തെ പ്രക്രിയ ആകാശത്തിൽ എന്തോ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടോ. അങ്ങനെ ശൈത്താന്മാരെല്ലാം ഭൂമിയിൽ സഞ്ചരിക്കുക തുടങ്ങണം. എന്തെങ്കിലും ബദലാവനെ മാത്രം ഉണ്ടായിടാണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തോടു കൂടെ സൂഖ് ഉക്കാൾ ചെല്ല പക്കത്തിൽ സൂഖ് ഉക്കാൾ ചെല്ല പക്കത്തിൽ എന്തോ ആവശ്യത്തിൽ പോയിന്നാർ. അവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബൈ നിസ്കരിച്ചത് നല്ല ഒരു ഖുർആൻ ഓതിത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ അടക്കമുള്ള സൂറത്ത് ഓതിയപ്പോൾ അവിടെ ഈ ശൈത്താന്മാർ എത്തിപ്പെട്ടാറ്. എന്നിട്ട് ഓത്തിരെ ഭാരി ഒരു കേക്ക് ഭാരി കുസിയത് ഖുർആൻ ഓത്തങ്ങനല്ലേ, എത്ര കേട്ടമിയല്ലേ. ഫലമ്മ സമീഉൽ ഖുർആന ഇസ്തമഉ ഇലൈഹി, ആ ഖുർആൻ കേട്ടപ്പോൾ ശ്രദ്ധിച്ച് കേട്ടാറ്. ഭാരി ഒരു കുസിയത് അങ്കത് ഫസ്റ്റ് കേക്കായിരിക്കും. അപ്പോൾ കാലു എന്നിട്ട് ചെന്നാറ് ഹാദല്ലദീ ഹാല ബൈനനാ വ ബൈന ഖബരിസ്സമാ. ഇതായിട്ടിക്കിട് ഞങ്ങളെ ആകാശത്തിനിടയിൽ ഞങ്ങളെ തടഞ്ഞിട്ടുള്ളേ. ഈ അത്ഭുതമായ ഓത്തായിട്ടിക്കിട് ചെന്നിട്ട് എന്താക്കിയാറ്. വിഷയം ഞങ്ങൾക്ക് മനസ്സിലായിട്ട് ഫൗനാലിക്ക ഹീന റജഉ ഇലാ ഖൗമിഹിം, അങ്ങനെ കൗമിലേക്ക് മടങ്ങിയിട്ട് ചെന്നാറ്. ഇന്നാ സമിഅന ഖുർആനൻ അജബൻ യഹ്ദീ ഇല റുഷ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. ഞങ്ങൾ ഭയങ്കര ഒരു അത്ഭുതമായ ഒരു ഖുർആനെ ഞങ്ങൾ കേട്ട് വന്നതാണ്. ആ ഖുർആൻ മനുഷ്യന്മാരെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ,
അതുകൊണ്ട് ഞങ്ങളെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കട, ആ റബ്ബ് ഞങ്ങൾ ഒരിക്കലും ഷിർക്ക് ചെയ്യില്ല ചെന്നിട്ട് അങ്ങ് ശപത്താക്കട. അങ്ങനെ ആ ഷെയ്ത്താന്മാരെല്ലാവരും എന്താ പറയുക ഇസ്ലാം സ്വീകരിക്കടാറ്, മുസ്ലിം ആവടാറ്. സാധാരണ ഷെയ്ത്താനിനെ ജിന്നായിട്ട് കിടും. അപ്പോൾ ഈ പിന്നെ ജിന്നുകളെ കൂട്ടത്തിൽ കാഫിർ ജിന്ന് മുസ്ലിം ജിന്നും രണ്ടുണ്ടല്ലേ, ഇപ്പം ആ പാരമ്പര്യമുണ്ട്. അപ്പോൾ പിന്നെ മുസ്ലിം ജിന്ന് സാധാരണ പല്ലെല്ലാം ഇക്കടല്ലേ, പണ്ടത്തെ പല്ലെല്ലാം ജിന്ന് ഇക്കടി ചെല്ലാണ്. അതേ പണ്ടത്തെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാലഘട്ടത്തിൽ ഇസ്ലാമായ അതേ ജിന്നുകളെ പാരമ്പര്യമായിരിക്കും ഇപ്പം ജിന്നുകളിൽ. ആ കൂട്ടത്തിൽ കാഫിരിങ്ങും ഉള്ളാറ്. ഏതുമാവട്ടെ പരിശുദ്ധമായ ഖുർആൻ അത് ഇറങ്ങലോട് കൂടെ ഷെയ്ത്താന്മാർക്ക് ആകാശത്തിലേക്ക് പോകാത്ത പോലെ വലിയൊരു കാവൽ, പ്രൊട്ടക്ഷൻ, ഒരു ബിഗി പഹര ഉണ്ടാക്കിയിട്ട് അള്ളാഹു കൊടുത്ത. ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു കട്ട് കേക്കടെ ഒരു അവകാശം ഷെയ്ത്താന്മാർക്കില്ല. അപ്പോൾ അത്രത്തോളം ഖുർആൻ ഷെയ്ത്താന്മാർക്ക് ഒരു ബെദരിക്കയായിട്ട് മാറപ്പെട്ടിട്ട്, അതുകൊണ്ടായിരിക്കും ഖുർആൻ ഓതിയ ഔത്തുള്ളൂ. ഖുർആൻ ഓതി എൻ്റെ കട ആളുടെ മുട്ട ഷെയ്ത്താൻ സുലിയല്ല, ഷെയ്ത്താൻ മുട്ട പറല്ലാണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തെ എപ്പോഴും ധാരാളം ഓതുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. ഷെയ്ത്താന്മാരെ ഷർറ് തൊട്ട് അള്ളാഹു നാളെ കുടുംബത്തെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ആഫത്തും മുസീബത്ത് രോഗത്തിട്ട് അള്ളാഹു നാളെ കുടുംബത്തെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാളെ ഉമ്മബാപ്പമാർക്ക് അള്ളാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് കൊടുക്കട്ടെ. മരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ